ഹലോ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ കഴിക്കുന്ന ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് 2 സ്പൂണ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് 2ഓ 3ഓ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലോട്ട് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇതിൻ്റെ റോ സ്മെല്ലെല്ലാം മാറിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം. മസാല കരിഞ്ഞു പോവാതെ നോക്കണം. അതിലോട്ട് എന്നിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ വേവിച്ചിട്ട് അതിലുള്ള വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് വെച്ചതാണ്. എന്നിട്ട് അതൊന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ അതിലോട്ട് 2 കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 കോഴിമുട്ട വരെ എടുക്കാം. കോഴിമുട്ട 3ഓ 4ഓ ഒക്കെ ആയാലും ടേസ്റ്റ് കൂടേ ഉള്ളൂ. എന്നിട്ട് കോഴിമുട്ടയെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ ഗ്രീൻ പീസിൻ്റെ കൂടെ തന്നെ വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഇട്ടിട്ട് ഗ്രീൻ പീസിൻ്റെ കൂടെ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ആയി വന്നാൽ നമുക്ക് അതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് 1ഓ 2ഓ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് തന്നെ തക്കാളി ചേർത്ത് കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ തക്കാളി ഇനി കടിക്കാൻ കിട്ടണം. അതിനനുസരിച്ചിട്ട് ലാസ്റ്റ് തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളിയുടെ കൂടെ തന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി മല്ലിയിലയും ഒക്കെ നന്നായിട്ട് ഇതിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ് ചിക്കൻ മസാലയും കൂടെ ചേർത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ.